അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. അൽഹംദുലില്ലാഹ്. നമുക്കറിയാം, നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവിലാണല്ലേ, ഏറെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു രാവ്. ഈ പുണ്യരാവിലെ ഞങ്ങൾക്കൊരു സമ്മാനം നൽകാം. എന്ത് സമ്മാനം അറിയോ? നിങ്ങളുടെ ജീവിതത്തെ പോലും പൂർണ്ണമായിട്ടും മാറ്റിമറിക്കാൻ കഴിവുള്ള അള്ളാഹുവിൻ്റെ അസ്മാകളിൽപ്പെട്ട ഒരുപാട് ഗുണഫലങ്ങളുള്ള ഒരുപാട് ഫളായിലുകൾ ഉൾക്കൊള്ളുന്ന ഒരു അത്ഭുത ഇസ്മ, ഒരത്ഭുത നാമം. നിങ്ങളുടെ ജീവിതം പോലും മാറ്റിമറിക്കും ഈ ഇസ്മ. അത് ഞങ്ങൾക്ക് ഉറപ്പുതരാം. പക്ഷേ എന്ത് ചെയ്യണം? നല്ല വിശ്വാസത്തോടു കൂടെ എല്ലാ ദിവസവും നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് ഈ പറയാൻ പോകുന്ന ചെറിയ എണ്ണം ചൊല്ലാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിലേ നിങ്ങളുടെ ജീവിതം ഓരോ തരത്തിൽ ഉയർച്ചയിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും, ഫീൽ ചെയ്യാൻ കഴിയും. ഇൻഷാ അല്ലാഹ്, ഐ ആം ഷുവർ. നിങ്ങൾക്ക് ഉറപ്പുതരാം. പക്ഷെ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ വിശ്വാസത്തോടു കൂടെ എല്ലാ ദിവസവും ഇത് പതിവാക്കണം. അതിന് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. ഇസ്മ ഞാൻ കൂടുതൽ വൈകിപ്പിക്കാതെ, കൂടുതൽ ദീർഘിപ്പിക്കാതെ, കൂടുതൽ നീട്ടി പരത്തി പറയാതെ ഇസ്മ പറഞ്ഞുതരാം. അതിൻ്റെ കുറച്ച് ഗുണങ്ങളും പറഞ്ഞുതരാം. എല്ലാ ഗുണങ്ങളും നമ്മളെക്കൊണ്ട് പറഞ്ഞ് തീർക്കാൻ കഴിയില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. നമ്മുടെ ചാനലിൽ തന്നെ ഈ ഒരു ഇസ്മിനെ കുറിച്ച് ഒരുപാട് വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇസ്മ തന്നെയാകും, പക്ഷേ ഇതിനെ ചെറുതായി കാണരുത്. നിങ്ങൾ ഇതറിയുന്നവരാണെങ്കിൽ, നിങ്ങളിത് പതിവാക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക? ഇൻഷാ അല്ലാഹ് അറിഞ്ഞ് ഇതിൻ്റെ ഫലത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് പതിവാക്കി തുടങ്ങി നോക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണം ഒന്നും കൂടെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഇസ്മ ഏതാ അറിയോ? യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. ഇതാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഇസ്മാണ്. മഹാന്മാർ പോലും ഓരോ ഗ്രന്ഥത്തിൽ ഒരുപാട് പേജുകൾ ഈ ഒരു ഇസ്മിൻ്റെ ഫലം പറയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത്ര ഗുണങ്ങളുണ്ട് ഇതിന്. യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്. ഇതെന്ത് ചെയ്യുക? നിങ്ങൾ ഇന്ന് മുതൽ എല്ലാ ദിവസവും 129 പ്രാവശ്യം നിങ്ങൾ പതിവാക്കുക, അല്ലെങ്കിൽ 100 പ്രാവശ്യം പതിവാക്കുക, അല്ലെങ്കിൽ 133 പ്രാവശ്യം. ഇതിലേതെങ്കിലും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു എണ്ണം നിങ്ങൾ മുറുകെ പിടിക്കുക. 129 വല്ലാത്ത ഫലമുണ്ട്, വല്ലാത്ത ശ്രേഷ്ഠത ഉണ്ട്. കഴിയുന്നവരൊക്കെ അങ്ങനെ തന്നെ ചൊല്ലാൻ ശ്രമിക്കുക. ഇനി ഈ ഇതിലേതെങ്കിലും ഒരു എണ്ണം 133 അല്ലെങ്കിൽ 100, 129 അതൊന്നും സാധിക്കാത്തവർ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എല്ലാ ദിവസവും ചൊല്ലുക. ഒരു തവണയാണോ എല്ലാ ദിവസവും ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ അങ്ങനെ ചൊല്ലുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരെണ്ണം എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒരു തവണയാണെങ്കിൽ അതെല്ലാ ദിവസവും ചൊല്ലുക. ഇനി 129 ചൊല്ലുമെന്ന് ചോദിച്ചാൽ അതെല്ലാ ദിവസവും ചൊല്ലുക. അല്ലാതെ ഒരു ദിവസം 129, പിറ്റേ ദിവസം 1, അതിൻ്റെ പിറ്റേ ദിവസം 3, ആ രീതിയിലല്ല. ഒരെണ്ണം സെലക്ട് ചെയ്ത് അത് എല്ലാ ദിവസവും അതേപോലെ പതിവാക്കുക. അതിന് വല്ലാത്ത ഒരു പവർ വേറുണ്ട്. നമ്മളെപ്പോഴെങ്കിലും 1000 സ്വലാത്ത് ചൊല്ലുന്നതും എന്നാൽ 10 ദിവസമായി ഓരോ ദിവസം 100 എന്ന കണക്ക് വീതം ചൊല്ലിയ 1000 സ്വലാത്തിനും രണ്ടും 2 ഫലമാണ്, 2 ഗുണമാണ്, 2 തട്ടിലാണ് രണ്ടുള്ളത്. മനസ്സിലായല്ലോ? പതിവാക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഗുണമുണ്ട്. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്നുള്ളത് മാ ദാവമ അലൈഹി, നിത്യമായിട്ട് ദായിമായിട്ട് ചെയ്യുന്ന അമലാണ്. അപ്പം അങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം? 129 പ്രാവശ്യം അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾ കഴിയുന്നത് അത്ര തവണ യാ ലത്തീഫ് യാ ലത്തീഫ് എന്ന് പതിവാക്കിയാൽ നിങ്ങളുടെ എല്ലാ വേദനകളും അള്ളാഹു സുബ്ഹാനഹു വ തആല അകറ്റിത്തരും. എല്ലാ വേദനകളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകും. എല്ലാ ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കാൻ ഈ ഇസ്മ സഹായിക്കും. നിങ്ങൾക്ക് കടങ്ങളുണ്ടെങ്കിൽ അത് വീടാനുള്ള വഴി അള്ളാഹ് തുറന്നുതരും. നിങ്ങൾക്ക് ജോലിയില്ലേ, നല്ല ജോലി അള്ളാഹു നൽകും. നിങ്ങൾക്ക് വീടില്ലേ, ആ വീട് വെക്കാനുള്ള സാഹചര്യം അള്ളാഹ് ഒരുക്കി തരും. വീട് പണി തുടങ്ങി അത് പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥയാണോ, അത് പൂർത്തിയാക്കാനുള്ള വഴി അള്ളാഹ് തുറന്നു തരും. വിവാഹം ശരിയാകുന്നില്ലേ, അതിനുള്ള വഴി അള്ളാഹ് ഒരുക്കി തരും. ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ പരിഹാരം ഈ ഇസ്മിലുണ്ട്. യാ ലത്തീഫു യാ അല്ലാഹ് എല്ലാ ദിവസവും പതിവാക്കുക. അതുപോലെ ഇത് ചൊല്ലുന്നവരുടെ ധനത്തിലും ഭക്ഷണത്തിലും ഒക്കെ ബറക്കത്ത് അല്ലാഹു നൽകും. ധാരാളം സമ്പത്ത് അല്ലാഹു അവർക്ക് നൽകും. ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മ യാ ലത്തീഫു യാ അല്ലാഹ്. അപ്പോൾ വെള്ളിയാഴ്ചയുടെ പുണ്യരാവിലാണ് നിങ്ങളോട് ഈ ഒരു വിഷയം പറയുന്നത്. കഴിയുന്നവരൊക്കെ ഈ പുണ്യരാവ് മുതൽ തന്നെ പതിവാക്കി തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ വരുന്നതായിട്ട് ഇത് പതിവാക്കിയത് മുതലുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഐ ആം ഷുവർ. ഇൻഷാ അല്ലാഹ് വീഡിയോ ഏതായാലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.
ഈ പാപിയെ നിങ്ങളുടെ വിലയേറിയ ദുആകളിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.